സിനിമ നീ നാളുമായിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കൊട്ടയിലേക്ക് സ്വാഗതം. റെട്രോ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത് ബ്രിട്ടീഷ് നായകൻ സൂര്യ നായകനായ സിനിമ. കങ്കുവയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ്. അതെ, കങ്കുവയ്ക്ക് ശേഷം കുറെ വർഷങ്ങളായിട്ട് പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 12 വർഷമായി തിരിച്ചു വരാൻ ശ്രമിച്ച ആ സാധനം ഒത്തും എന്ന് പറഞ്ഞാൽ ഒത്തില്ല, ഒത്തില്ല എന്ന് വെച്ചാൽ ഒത്തു. അങ്ങനെ ഒരു സിനിമ എന്ന് പറയാം. എന്തായാലും കാർത്തിക് സുബരാജ് സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു ഇത് കൊള്ളാം, ഒരു ആവറേജ് അനുഭവം. പുള്ളിയുടെ വർത്തിൽ തന്നെ എടുത്തു വെച്ചേക്കുന്നതാണ് ഓരോ വർത്തിനും. ഈ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേന് തീരുന്നില്ലല്ലോ. അതെ, ഫസ്റ്റ് ഹാഫ് ഭയങ്കര മെയിൻ പ്രശ്നം ലെങ്ത് ഭയങ്കര കൂടുതൽ. ലെങ്ത് കൂടിയാലും കുഴപ്പമില്ലായിരുന്നു. ലെങ്ത് കൂടിയായിട്ട് നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ മറ്റേ ഈ റൊമാൻസും പരിപാടി, ലവ് ലാഫ്റ്റർ വാർന്നോ അങ്ങനെയല്ലേ ഡയലോഗ് കൊടുത്തത്. ആ ലവ് സാധനം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ആ സാധനം കുറച്ച് നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നുകയോ ചെയ്തെങ്കിൽ ചിലപ്പോ ഒന്ന് കയറിയാണ്. അതിലാണ് ആ പടത്തില് ഒരു ഇതായത്. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്ക് പടത്തിൽ ഗ്രിപ്പ് വരുന്നത്. അതും മറ്റേ സൂര്യങ്ങളുള്ള ഒരു പരിപാടി ഒരു സീനൊക്കെ നല്ല കോമഡി ഒക്കെ ഉള്ള ഒരു സീന്. പിന്നെ ഫൈറ്റ് അണ്ണം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു സിംഗിൾ ഷോട്ട് തന്നെ 10-15 മിനിറ്റ് കണ്ടത് ആ ഒറ്റ സാധനം. അത് പിന്നെ മലയാളി സാന്നിധ്യം കുറെ ഉണ്ട്. അതെ അതെ, മറ്റേ ആ ഫിനിക്സിലെ ആ കൊച്ചുണ്ട്. പിന്നെ മറ്റേ ആ ചേച്ചി പേര് മറ്റേ അമ്മയുടെ പിന്നെ സ്വാസികയുണ്ട്, മേട്ടനുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് എനിക്ക് ആകെ കൂടി ഇച്ചിരി ഇഷ്ടപ്പെട്ട കുറച്ച് സീനിൽ ഒന്ന് കുറച്ച് ജയറാമേട്ടന്റെ കുറച്ച്. അതെ, ജയറാമേട്ടൻ പണ്ടത്തെ കണ്ടപ്പോ ട്രെയിലർ കണ്ടപ്പോ എനിക്കും തോന്നിയത് പടം പുള്ളി വേണ്ടായിരുന്നു. കാരണം പുള്ളിയെ നമുക്ക് ഒരു നായകനായി കണ്ടു ആ സെറ്റപ്പിലാണല്ലോ. പക്ഷെ എന്താ പറയാ, വേറൊരാൾ ആ റോള് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ച് ഓവറാക്കിയ. പക്ഷെ ഈ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, എന്നാലും എവിടെയോ ഒരു മൈൻഡില് ഇങ്ങനെ കിടക്കുക. നമുക്കത് കാണുമ്പോ പുള്ളി ജയറാമേട്ടൻ വന്ന് ഇത് ചെയ്യുന്നു എന്നൊരു സാധനം നമ്മുടെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമാണ്. പുള്ളി നമുക്ക് എങ്ങനെ പോയാലും സൂപ്പർ സ്റ്റാർ ആണല്ലോ. ആ ഒരു ഇതുണ്ട്. അതെ, പുള്ളിയുടെ സീൻസ് ഒക്കെ, പുള്ളിയുടെ തമാശകളൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അതെ, മലയാളത്തിൽ സംസാരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞത് ആ ലുക്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു വിഷമാണത്. പിന്നെ ക്ലൈമാക്സ് അടുക്കുമ്പോഴത്തേന് എല്ലാവരുടെ വട്ടത്തിൽ നിന്നിട്ട് ചിരിക്കും. അതെ, എനിക്ക് പണ്ടാല തീരുന്നില്ല, ചിരിച്ച് വെറുപ്പിച്ചു. പിന്നെ അത് ആ ചിരിയാനും ഒന്നുകൂടെ ജയറാമേന്റെ ഡയലോഗ് വെച്ചിട്ട് ക്ലൈമാക്സിൽ ചിരിയല്ല, സാധനത്തിൽ കൂടെ അവൻ പറയാവൂ, അവന്റെ രാഷ്ട്രീയ മഹാനൊക്കെയാണ് പറയുന്നത്. ആ ചിരിയിലും എല്ലാം ഈയരായിട്ടൊക്കെ തന്നെയാണ്. പക്ഷെ അതെന്തോ അത്രയും അവിടെ കുറച്ച് ലെങ്ത് കൂടിയോട്ട് തോന്നി. അതല്ല, ചിരിച്ച് കുറെ ചിരിയായിപ്പോയി. അത് ജയറാമേണ്ട ഒരു കോമഡി വരുമ്പോ ചിരിക്കുന്നത് ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടും. ലാസ്റ്റ് ക്ലൈമാക്സിൽ അത് മൊത്തം എല്ലാം കഴിഞ്ഞിട്ടാ, പരിപാടി എല്ലാം കഴിഞ്ഞ് അത് നമുക്ക് ചിരിച്ചു കൊടുക്കാം. പിന്നെ മുമ്പത്തെ കിട്ടില്ല ഫൈറ്റ് കൊറിയോഗ്രാഫി എല്ലാം ഐറ്റം കുറെ കഷ്ടപ്പെട്ടുണ്ട്. അതെ, സൂര്യ കൊറേ കഷ്ടപ്പെട്ടുണ്ട്. എല്ലാം ഫൈറ്റൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം കിട്ടില്ല. കഥയെന്നല്ല, കഥയില് ഒരു ഇവരുടെ ഈ സാധനം എന്തെങ്കിലും അതെ, അവരുടെ ലവ് ലാഫ്റ്റർ വാർ എന്നാണ്. ആ ലാഫ്റ്റർ വാറും ഒരുവിധം ഒത്തു, പക്ഷെ ലവ് എന്ന സാധനം വർക്കായേ ഇല്ല. അതിലാണ് ഈ പരിപാടി പാളിയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഭയങ്കര സെറ്റപ്പിലാന്ന് പറഞ്ഞൊരു വില്ലനെ കാണി ഞാൻ പ്രതീക്ഷിച്ചു ഏതോ വലിയ അല്ല, പോയി വന്നപ്പോ എനിക്ക് അവനൊക്കെ പോസിറ്റീവ് ആയിട്ടാ തോന്നിയത്. അവന്റെ എക്സ്പ്രഷനും പരിപാടിയൊക്കെ അവൻ കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോ നമുക്ക് കാണുമ്പോൾ പിന്നെ പക്ഷെ ആ കഥാപാത്രം മുമ്പോട്ട് പോകുന്നവരും ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒറ്റ ലുക്കിൽ ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ ഇതേ ഉള്ളായിരുന്നു. അവന്റെ അഭിനയം അല്ല, വില്ലനായിട്ടും വില്ലന്മാരായിട്ട് അഭിനയിച്ചവന്മാരും എല്ലാരും
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വില്ലന്മാരെല്ലാം സൂപ്പർ, എല്ലാം കോമഡി, കുറച്ചൊരു കോമഡി അങ്ങനെ സെറ്റപ്പിലുള്ള വില്ലന്മാർ. ജോജുവിനെ വട്ടത്തിൽ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം എല്ലാവരും, വീട്ടുകാർ മൊത്തം അടിച്ചിട്ട് വണ്ണം കുറയാം. എന്തോ വെറുതെ ഒരു കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്നില്ല ഈ വണ്ണം പുള്ളി. അല്ല പുള്ളി എങ്ങനെയൊക്കെയോ പട്ടം ഭയങ്കരമായിട്ട് പുള്ളി അഭിനയിച്ച് സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ പുള്ളിക്ക് നടക്കാൻ പോലും വയ്യാതെ വയറ് ഫ്രണ്ടിൽ പോകുന്നത്. അത്രയും നല്ലൊരു നടനൊക്കെ നമുക്കത് കാണുന്നത് വിഷമമാണ്. അതെ അല്ലേ, പുള്ളി ഒരു എന്താ വണ്ണം വെച്ച് പുള്ളിക്ക് നടക്കാനും പറ്റുന്നില്ല. ഈ ലാലേട്ടനൊക്കെ പഴയ വണ്ണം. അത് തന്നെയല്ല, എനിക്ക് തിയേറ്ററിന്റെ കുഴപ്പമാണെന്നുണ്ട് ഈ പുള്ളി പറഞ്ഞ കുറെ ഡയലോഗ് നമുക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല. ഇവന്റെ ഒരുമാതിരി ആസ്മയ്ക്കുള്ളത് സംസാരിക്കുന്നില്ല. ആ സെറ്റപ്പില് പുള്ളിയുടെ ഡയലോഗ് ഒന്നും ക്ലിയർ ആവുന്ന പോലും ഇല്ല. തിയേറ്ററിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല കേട്ടോ. ശരീരം നോക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതെ, ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു രീതിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ പുള്ളി സെറ്റാവാൻ തോന്നുന്നു. നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി വണ്ണം കുറെ ആന്റണിക്കകത്തല്ല, പുള്ളി വണ്ണം കുറച്ചല്ലേ ജോഷി സാർ മറ്റേ കല്യാണിയുള്ള വണ്ണം കുറച്ചായിരുന്നു. കുറച്ച് അത്യാവശ്യം 1.5 എന്തോ കുറച്ചേലും കുറയ്ക്കണം. ഇത് ഒരുമാതിരി ഭയങ്കര വെറുപ്പി വണ്ണമായിട്ട്. മറ്റേ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, ഇവന്റെ കോട്ടും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വയറ് കണ്ടി നടന്നു പോകാം. ജോലി കുറയുന്നു സെറ്റപ്പ്. അത് നമുക്ക് കാണുമ്പോൾ ഒരു വിഷമം. അതെ, പുള്ളിക്കൊരു വയ്യായി പുള്ളിയുടെ സൗണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് ഒന്ന് മാറി. അതെ, അവിടെ അതെ തോന്നിക്കുന്നുണ്ട്. എന്നാലും കൊറേയൊക്കെ പുള്ളി ചെയ്തില്ല എന്നല്ല, നമുക്ക് കാണുമ്പോ ഉള്ള ഇതാണ്. കാരണം നമ്മൾ കണ്ട സിനിമകളിലൊക്കെ പുള്ളി ഏത് ലെവലിലാണ്, അതെ ഏത് ലെവലിൽ ചെയ്ത് വെച്ചേക്കുന്ന മനസ്സിലാണ്. ആ ഒരു വെച്ച് നോക്കുമ്പോ നമുക്ക് ഒന്നും ചേരുന്നില്ല. പിന്നെ വേറെ നമ്മുടെ ഈ നായിക പാട്ടിനകത്ത് കനിയമ്മ പാട്ട്, ആ പാട്ടിന് വേണ്ടി ആ പടത്തിന് വേണ്ടി ഒന്നും പോവാം. അജാതി വൈബാണ് ആ പാട്ടിന്, ഒരു രക്ഷയില്ല. ഡാൻസ് കളിക്കണം, അമ്മാതിരി ഒരു പാട്ടും ഗിഡിലും വൈബായിരുന്നു ആ പാട്ടിന്. ആ പാട്ടിലാണ് മറ്റേ ഫൈറ്റ്. പക്ഷെ അവർക്ക് കാര്യമായിട്ടെങ്കിലും പെർഫോം ചെയ്യാനൊന്നും ചോദിച്ചില്ല. അതെ, പക്ഷെ അല്ല തമിഴ് പടത്തല്ലേ, ഞാൻ പുള്ളിയുടെ പടത്തിലൊക്കെ കുറച്ചുകൂടെ ഒരു ഇത് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒന്നാമത് ഇവര് പറയുകയും ചെയ്തായിരുന്നു ഇവരുടെ ലവ് സ്റ്റോറിയാണ് മറ്റേ പടം, ലവ് സ്റ്റോറി ബേസിലുള്ള സാധനമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇവരുടെ ലവ് സ്റ്റോറിയാണ് തീരെ കണക്ട് തോന്നിയത്. പടം മൊത്തത്തിൽ നമുക്ക് ഇമോഷണൽ ആയിട്ട് അതെ, എന്നുവെച്ചാൽ ഈ ഇമോഷനിൽ നിന്നാണ് സൂര്യയുടെ പരിപാടി കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ് സൂര്യക്കുള്ള ഈ പടത്തിന്റെ നമുക്ക് ശരിക്കും കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് കണക്ട് ആവുന്ന കുറെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവര് പ്രൊമോഷന്റെ സമയത്തും എല്ലാം പറഞ്ഞിട്ട് മൊത്തം ഇവരുടെ ലവ് ട്രാക്കും അതിനകത്തുള്ള അത് ഭയങ്കര സെറ്റപ്പാണെന്ന് പറഞ്ഞത്. ഈ പടത്തിൽ തീരെ കണക്ട് ആവാതെ പോയത് ഇവരുടെ ഈ ലവ് ട്രാക്കും പരിപാടിയൊക്കെയാണ്. അത് ഭയങ്കര വെറുപ്പിലായിട്ട് സഹിക്കാൻ പറ്റില്ല, അൺസൈക്കബിൾ. പിന്നെ ശ്രേയ ശരൺ കുറെ നാൾക്ക് ശേഷം വന്നു ഒരു പാട്ടിൽ പറഞ്ഞൊരു ഡാൻസ് കളിച്ചു. അവസാനം ഒരു ഡേറ്റ് കൊണ്ടായിരുന്നു അതിനകത്തൊന്നും നമുക്ക് പറയാനൊന്നുമില്ലല്ലോ. അതിനകത്ത് പിന്നെ കുറ്റവും പറയാൻ, നല്ലതും പറയാനില്ല, മോശവും പറയാനില്ല. ചുമ്മാ ഒരു തമിഴ് പടത്തിന് ടിപ്പിക്കൽ സെറ്റപ്പിൽ വെച്ച ഒരു സെറ്റപ്പ് കളിക്കും. അതെ, ഒരു ഐറ്റം ഡാൻസ്. പിന്നീടാ രജനാഥിനോട് എഴുതുന്നതാണ്. എനിക്കറിയത്തില്ല രജനാഥിനകത്ത് അത് ഈ കഥയൊക്കെ എങ്ങനെ സൂട്ടാവും. അല്ല, ഈ പടം കുറച്ചുകൂടെ ട്രിം ചെയ്ത് ഇവരുടെ ഈ ലവ് ട്രാക്കും കൂടെ നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിരുന്നെങ്കിൽ ഒരു കിട്ടില്ല സിനിമയായേനെ. കാരണം സൂര്യ അതുപോലെ കഷ്ടപ്പെടുന്നു നായകന്റെ ഫൈറ്റും പരിപാടിയും എല്ലാം. പുള്ളിയുടെ റോള് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, സ്ക്രീമൻസൊക്കെ ഒരു രക്ഷയില്ല. തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് അത് ഗൂസ്ബം സാധനമൊക്കെയാ. പക്ഷെ ഈ സാധനം കൊണ്ട് ഈ ലവ് ട്രാക്ക്, ഇവരുടെ ഈ ലവ് ട്രാക്കും പരിപാടി ഒക്കെ അതെ എഴുതിയെന്ന് വെച്ചാൽ ഇവർക്ക് ആ സാധനം കിട്ടുന്നില്ല. അത് നമുക്ക് തന്നെ പടം കാണുമ്പോൾ മനസ്സിലാവും. ഇനി അത് ഞങ്ങൾ കുഴപ്പമാണെന്ന് അറിയത്തില്ല, നിങ്ങൾ എന്തായാലും കണ്ടു വിലയിരുത്തുക. എല്ലാം ഞങ്ങളുടെ അഭിപ്രായമാണ്. പിന്നെ ഞങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കും അല്ലെങ്കിൽ മോശമാവുമെന്ന്
ചിന്തിച്ചത് ജയറാമേട്ടനെയാണ്. പക്ഷെ പുള്ളി ഒരു മെയിൻ പോസിറ്റീവാണ് ഈ പടത്തിന്റെ. അതെ അതെ. പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വേഷമാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുള്ളിക്ക് അന്യഭാഷയിൽ കിട്ടിയ സിനിമകളെക്കാളും വെച്ച് നോക്കുമ്പോൾ സമീപം തൊമ്മനൊക്കെ പറയുന്ന പോലെ ഒരു വേഷമാണ്, നല്ലൊരു വേഷമാണ്. പിന്നെ ജയിലൊരു പാട്ടും ഒരു ഡാൻസും ഞാൻ എങ്ങനെ സഹിച്ചെന്ന് എനിക്കല്ല. ഭയങ്കര വെറുപ്പീര് സാധനം കൂടെ അല്ലേ. അത് ആ പാട്ട് പകുതി ആകുമ്പോൾ തൊട്ട് ഓക്കെ, മറ്റേ അവിടെ സൂര്യ ചെല്ലുന്നു മറ്റേ പിന്നെ അതിന്റെ കൂടെ കഥയും കാണിച്ചു പോകും. കഥ കാണിച്ചു ഓക്കെ ഓക്കെ. ഈ ജയിലിൽ കിടന്നുള്ള ഒരു ഡാൻസും ചാടി അതിനെ വന്നെങ്കിൽ ഡാൻസ് കളിക്കുക ഭയങ്കര എന്താ വെച്ചാ പുള്ളി മറ്റേ ഇമോഷണല് മറ്റേ ഈ മറ്റേ പടം ഉണ്ടല്ലോ പാർണവാരത്തിനകത്ത് മറ്റേ പടം അടി അടി തന്നെ. ആ പാട്ടിനകത്ത് ആ ഒരു ഇമോഷൻ നമുക്ക് കിട്ടും. ഇതിനകത്ത് ഇവളെ ഇരിക്കുന്നതിന്റെ വിഷമം ഇവനി കാണിക്കുന്നേ. ഇത് നമുക്കൊന്ന് ഫീൽ ചെയ്യണ്ടേ? നമുക്ക് സാധനം ഫീൽ ചെയ്യത്തേ ഇല്ല. ഇവക്ക് വേണ്ടിയാണ് ഇവൻ ഇത്രയും കിടന്ന് വിഷമിച്ച് ഭയങ്കര ശോകമൂകനായി ഇരിക്കുന്നത്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നേ ഇല്ല. ഒരു സമയം കഴിഞ്ഞപ്പോ തന്നെ അതുകൊണ്ട് നമുക്കത് വെറുപ്പിക്കലായിട്ട് തോന്നുന്നേ. ഇവരുടെ കഥ, ഇവരുടെ ഈ സാധനം നല്ല ബെസ്റ്റായിട്ട് തോന്നുകയും ചെയ്ത ഇവൻ അഭിനയിക്കാന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആയിട്ട് തോന്നും. പക്ഷെ ഇത് നമുക്കൊന്നും തോന്നണ്ടേ പണ്ടാരം. അതാണ് ഞാനിപ്പോ ഇപ്പൊ ചത്താ പിന്നെ നോക്കണ്ടല്ലേ. അതോട് ഇപ്പൊ ചാവാൻ വന്നിരിക്കും. കാർത്തിക് സുബരാജ് ഇതല്ല പ്രതീക്ഷിച്ചത്. അത് പ്രത്യേകിച്ച് സൂര്യയും കൂടെ ആവുമ്പോ കുറേയേറെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. നിരാശ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിരാശ തന്നെയാണ്. എന്നാ കങ്കുവയൊക്കെ വെച്ച് നോക്കുമ്പോ കങ്കുവയും അതിന് കുറച്ച് കാലമായി തിയേറ്റർ റിലീസ് ചെയ്ത്. അതിന് മുമ്പ് വേറെ ഉണ്ടായിരുന്നു. എന്നെ എതിർക്കൊന്നും. അതെ, അങ്ങനെയുള്ള സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് അനുഭവം തന്ന ഒരു സിനിമ പട്ടം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ട് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ആവശ്യമുള്ളവർ പോയി കാണുക. അതെ, എല്ലാവർക്കും ഒരുപോലെ ആകത്തില്ല. നമുക്ക് ഈ സാധനം കണക്ട് ആയില്ല എന്നുള്ള സാധനമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വർക്കാവുന്ന ഞങ്ങളാണ് തിയേറ്ററിൽ തന്നെ കച്ചടിച്ച് പോകുന്നത്. അതെ, അല്ലേ. പിന്നെ കുറച്ചധികം നല്ല രീതിയിൽ പടവോളമൊക്കെ വെച്ച് കണ്ടോ. എനിക്ക് പക്ഷെ ഇവരുടെ ഈ ലവ് ട്രാക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും എനിക്ക് വർക്കായില്ല. അത് തന്നെയല്ല ഈ പറഞ്ഞ ക്ലൈമാക്സിൽ എടുക്കുമ്പോൾ ആ ഒരു കഥയുണ്ട്, അവരുടെ സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി കുറച്ചുകൂടെ നേരത്തെ തുടങ്ങണമായിരുന്നു. എന്നിട്ട് നമുക്ക് അന്ന് ഇട്ട് തരണം. അതെ, ഒന്ന് ഇട്ട് തരണം. ഇത് ഒന്നുമില്ല. ഒരു മറകുണ്ട്, മറക് കേട്ടോ, മറക്കരുത്. ഒരു തീർക്കാൻ വേണ്ടി ഒന്നും ചെയ്ത പോലെ ആയിരിക്കും. അതെ, അത് പെട്ടെന്ന് ലാസ്റ്റ് ഒറ്റയടിക്ക് കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ ചെയ്ത പോലെ ആയിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഈ പഴയ കുറച്ച് മുമ്പ് ഇറങ്ങിയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോ വലിയ നിരാശയാണോ എന്ന് ചോദിച്ചാൽ നിരാശയുണ്ട്. കാർത്തിക് സുബരാജ് നമ്മള് ഇതല്ല പ്രതീക്ഷിച്ചത്. അതിലാണ് കാര്യം. പിന്നെ അതും സൂര്യ പോലുള്ള നടനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അതെ, പുള്ളിയുടെ ഒരു തിരിച്ചുവരവ് നമ്മള് ഫാൻസൂടെ ആകുമ്പോ അതിൻ്റെതായ ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ച് വർഷങ്ങളായിട്ട് ഇരിക്കുകയാണ്. ഈ പുള്ളിയോട് തിരിച്ചു വരുന്നുമില്ല. അതെ, നമുക്ക് വീണ്ടും ഒരു വിഷമം. എന്തായാലും ഈ അടുത്തിറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോ ഒരു ആവറേജ് അനുഭവം തന്നൊരു സിനിമ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായാലും നിങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെ, തിയേറ്ററിൽ തന്നെ കാണണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയൂ. നമ്മുടെ കമന്റ് ബോക്സ് ചുമ്മാ ചേട്ടൻ കിടക്കട്ടെ. 2 കമന്റ് എടുത്തുള്ളൂ ഒരു വീഡിയോക്ക്. 3ാമതൊരു കമന്റ് വന്ന കുഴപ്പമൊന്നുമില്ലല്ലോ, ചെയ്തോട്ടെ. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. നമുക്കൊരു മൊത്തത്തിൽ ഒരു ആവറേജ് അനുഭവം എന്ന് മാത്രമേ പറയാവുള്ളൂ. തിരിച്ചുവരവ് വീണ്ടും അനിവാര്യമാണെന്ന് പറഞ്ഞ് മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഭേദമുണ്ട് എന്ന് പറയാം. എന്നാലും പുള്ളി ഇത് ശക്തമായിട്ട് തിരിച്ചു വരുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് തുടരുകയാണ്. പിന്നെ നമ്മുടെ വെട്രിമാർ രണൻ പുള്ളി ഒന്ന് പണ്ടി തരട്ടെ. അതെ, പിന്നെ ഈ വെട്രിമാരനൂടെ, അതായത് പടിവാസലാണെന്ന് നെക്സ്റ്റ് ചെയ്യുന്നത് അല്ല, പിന്നെ വേറൊന്നുമില്ല. RJ ബാലാജിയോ ഉള്ളൊരു സിനിമയുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളെന്ന് തോന്നിയത്.
അറിയത്തില്ല. അത് അതിന്റെ മറ്റേ വേലൊക്കെ വെച്ചിട്ട് ഒരു ഐറ്റം ഒക്കെ ഇറങ്ങിയ ഒരു ശൂലത്തിന്റെ ഒക്കെ വെച്ചിട്ട് ഒരു അതിനുകൊണ്ട് കേട്ടോ പറയില്ല എന്നല്ല അങ്ങനെ പറയാൻ പാടില്ല. അപ്പം വാടിവാസലിന് വേണ്ടിയാണ് കാത്തിരിപ്പ്. വാടിവാസലിലൂടെ അല്ലെങ്കിൽ വാടിവാസൽ എന്നല്ല, പ്രതീക്ഷയാണല്ലോ എല്ലാം. അടുത്ത പടത്തിന്റെ അടുത്ത പടത്തിന്റെ സിനിമ തന്നെ സൂര്യ സാർ തിരിച്ചു വരും. ഞങ്ങൾ ശക്തമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങള് ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പം എന്തായാലും അടുത്ത വീഡിയോയുമായി നമുക്ക് സിനിമ കൊട്ടയിൽ വീണ്ടും കാണാം. അതെ, ഇവിടെ ഹൗസ്ഫുള്ളായിട്ട് പുള്ളി തകർക്കുന്നുണ്ട്, തുടരുന്നുണ്ട്. അത് പോട്ടെ, അത് ഇവിടെ പറയണ്ട, പോട്ടെ. സൂര്യൻ കുറെ കാലമായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്, ഒത്തില്ല. ഇവത്തെ ഒത്തു എന്നാ ഒത്തില്ല എന്നൊരു അഭിപ്രായമാണ്. കണക്ട് ആവുന്നവരും ഉണ്ട്. അതെ, കണക്ട് ആവുന്നവരും കാണാതിരിക്കും. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായി സിനിമ കോട്ടയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.